ലെറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 4-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അമ്മയാണോ അത്, അച്ഛനാണോ, ഗുരുവാണോ, അതോ നമ്മളെ സഹായിച്ച മറ്റാരെങ്കിലുമാണോ? അല്ല, ഒരിക്കലുമല്ല. ഇവിടെ ഈ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ തന്നെയാണ്. അത് തിരിച്ചറിയാതെ പോകുന്നവരാണ് എനിക്കെന്നും പ്രശ്നമാണ്, എനിക്കെപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും, എൻ്റെ ജീവിതം പ്രാരാബ്ധമാണ്, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ വരുന്നതെന്ന് ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. അത്തരക്കാർക്ക് ഈ പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. ഒരു 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ പ്രാക്ടീസ് കേൾക്കുക. എന്നിട്ട് ഇതിൻ്റെ അവസാനം പറയുന്ന കാര്യങ്ങൾ അതേപടി ഒന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നത് കാണാം. മൈൻഡ് ട്യൂണിങ്ങിൽ ആദ്യം നന്ദി പറയേണ്ടത് സ്വയം തന്നെയാണ്. കാരണം ദിനം മുഴുവൻ എല്ലാം താങ്ങിയതിന്, ചിന്തിച്ചതിന്, സഹിച്ചതിന്, ഈ ജീവിതത്തെ തുടരാൻ ശ്രമിച്ചതിന് ആദ്യം നന്ദി പറയേണ്ടത് നിങ്ങളോട് തന്നെയാണ്. രാത്രിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ് ചെയ്യുന്ന സമയത്ത് സ്വയം നന്ദി പറയുവാൻ മനസ്സിനെ തയ്യാറെടുപ്പിക്കുക. ഇവിടുത്തെ ഏറ്റവും വാല്യുബിളായ ആൾ നിങ്ങൾ തന്നെയാണ്. ഓരോ വ്യക്തിക്കും അവനവൻ തന്നെയാണ് വാല്യുബിളായത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഈ ചൈതന്യം, അത് ഈ പ്രകൃതിയുടെ ഭാഗമാണ്. ഈ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ, വേണ്ടത്ര ഊർജത്തോടെ ഇല്ല എങ്കിലാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ എങ്ങനെ നമ്മുടെ ചിന്തകളിലൂടെ മെച്ചപ്പെടുത്തിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്ന സമയം വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ. അതിനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ? ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒന്ന് പുഞ്ചിരിച്ചതായാലും, മറ്റൊരാളോടൊരു നല്ല വാക്ക് പറഞ്ഞതായാലും നിങ്ങളൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് നല്ലതാണ്. അങ്ങനെ ചിന്തിക്കുക. ഇന്നത്തെ ദിവസം മുഴുവനും ഏറ്റവും നന്നായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായതിൽ, ചില സമയത്ത് തളർന്നിട്ടും വീണ്ടും എഴുന്നേറ്റതിൽ നിങ്ങൾക്ക് നന്ദി പറയാനില്ലേ നിങ്ങളോട് തന്നെ? അതിൻ്റെ പ്രയോജനം എന്താണെന്ന് കൂടി മനസ്സിലാക്കിയാലേ അതുകൊണ്ടുള്ള ഫാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് തന്നെ നന്ദി പറയുന്ന സമയത്ത് സ്വയം അംഗീകരിക്കുവാൻ തുടങ്ങും. പലർക്കും മറ്റുള്ളവരെ നന്ദി പറയാൻ എളുപ്പമാണ്, പക്ഷേ ഞാൻ ഇന്നും മുന്നോട്ട് പോയി എന്ന് സ്വയം അംഗീകരിക്കുവാൻ പലർക്കും സാധിക്കില്ല. ആ മാറ്റം തുടങ്ങേണ്ടത് ഇവിടെയാണ്. കുറ്റബോധം കുറയും. ഞാൻ മതിയായില്ല എന്ന ഉള്ളിലെ സമ്മർദ്ദം സാവധാനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ മതിയാവാത്ത ഒരാളാണ് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാല്യത്തിൽ ആരൊക്കെയോ അടിച്ചേൽപ്പിച്ചതായിരിക്കാം. അതിൻ്റെ ആവർത്തനമായിരിക്കാം നിങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും. ഇതിന് പകരം ഞാൻ ശ്രമിച്ചു എന്ന ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് എടുത്ത് വെച്ച് നോക്കിക്കേ. മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉറങ്ങുന്നതും സ്വയം നന്ദി പറഞ്ഞുറങ്ങുന്നതും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ഒന്ന് മുറിവ് കൂട്ടും, ഒന്ന് മുറിവ് മയക്കും. ഉറക്കം സമാധാനകരമാവും. സ്വയം ശത്രുവായി കാണാതെ കൂട്ടായി കാണാൻ, ഒരു കൂട്ടുകാരനായി കാണാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായി കാണാൻ നിങ്ങളുടെ മനസ്സ് ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ഇന്നത്തെ ദിവസം എന്നെ ഇവിടെ നിലനിർത്തിയതിന് ഞാൻ എന്നെ നന്ദിയോടെ കാണുന്നു.
തളർന്നിട്ടും മുന്നോട്ട് പോയ എന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. തോളത്ത് തട്ടി നിങ്ങൾക്ക് നിങ്ങളെ സ്വയം അഭിനന്ദിക്കാം. എന്നോട് നന്ദി പറയുന്നു. എൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും നന്ദി. എൻ്റെ ശ്വാസത്തിന് നന്ദി. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നന്ദി. എന്നെ സഹായിച്ച ഓരോ നല്ല അനുഭവങ്ങൾക്കും നന്ദി. എൻ്റെ ചിന്തകൾക്ക് നന്ദി. എൻ്റെ ശാന്തമായ ചിന്തകൾക്ക് നന്ദി. ഇന്ന് ഞാൻ ഏറ്റവും ശാന്തതയോടെ ഉറങ്ങുന്നുവെങ്കിൽ അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ദിവ്യപ്രകാശത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ശക്തമായൊരു കാര്യം നമ്മൾക്ക് പറയാം. മറ്റുള്ളവർക്ക് നന്ദി പറയുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസം ജീവിച്ചു നിന്ന സ്വയത്തോട് നന്ദി പറയുക. ഇന്നത്തെ ദിവസം ജീവിച്ചു നിന്ന നിങ്ങളുടെ സ്വയത്തോട് നന്ദി പറയുക. നമ്മൾ ഇക്കാര്യം കുഞ്ഞുങ്ങളെയും ഓർമ്മപ്പെടുത്തുക. കുഞ്ഞുങ്ങളോട് സ്വയം നന്ദി പറയുവാൻ ആവശ്യപ്പെടുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാവണം കുഞ്ഞുങ്ങൾ സ്വയം നന്ദി പറയുന്നത്. സെൽഫ് ലവ്, സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് വാല്യൂ, സെൽഫ് എസ്റ്റീം, ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വില കൊടുക്കൂ. അപ്പോൾ മറ്റുള്ളവരും നിങ്ങൾക്ക് വില തരുന്നത് കാണാം. വീണ്ടും നമുക്ക് പറയാം, നന്ദി. എന്നോട് നന്ദി. എൻ്റെ സ്വയത്തോട് നന്ദി. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളോടും നന്ദി. എൻ്റെ ഓരോ നേട്ടങ്ങളോടും നന്ദി. ഇങ്ങനെ നന്ദി പറയുമ്പോൾ നമുക്ക് വേണമെങ്കിലൊരു നേട്ടപ്പട്ടിക എഴുതാം. നമുക്കിന്നത്തെ ദിവസം കിട്ടിയ 11 നേട്ടങ്ങൾ. അതിലേറ്റവും വലിയ നേട്ടമാവട്ടെ ഇന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് മൈൻഡ് ട്യൂണിംഗ് നടത്താൻ സാധിച്ചത്. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിംഗ്. ശ്രദ്ധിക്കുക, നിങ്ങളെ പൊന്നുപോലെ നോക്കാൻ വെളിയിൽ നിന്ന് ആരും വരില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വയത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങാം. നാളെ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു. ഇറ്റ്സ് മീ സുധാചന്ദ്രൻ, ലിറ്റ്യൂഡ് മോട്ടിവേഷൻ.